ബർത്ത്ഡേ ടു യു. ഹലോ ഗായ്സ്, എൻ്റെ ബർത്ത്ഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ടും എൻ്റെ സിസ്റ്ററും കൂടി ഡെക്കറേഷൻ പരിപാടി ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, കാരണം എൻ്റെ പിറന്നാൾ ഫെബ്രുവരി 13 അപ്പം 12 ഇവര് ഹർത്താലായിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ടിന് ഇവര് കുറച്ച് ദൂരെയാണ്. അപ്പം അവളെ ഇവിടത്തേക്ക് എത്താൻ ഒരു ചാൻസും ഞാൻ കാണുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം കിടന്ന് എൻ്റെ റൂമിൽ കിടന്ന് ഉറങ്ങിയായിരുന്നു. പിന്നീടാണ് അറിഞ്ഞത് തൊട്ടപ്പുറത്തെ റൂമിലിരുന്ന് ഏച്ചിയും എൻ്റെ ഫ്രണ്ടും കൂടി മുഴുവൻ ഡെക്കറേഷനും പരിപാടിയൊക്കെ ആയിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ടും നമ്മൾ പണ്ട് തൃശ്ശൂരിൽ ഒരുമിച്ച് പഠിച്ചതാണ്. പിന്നെ നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ 2 പേരും ഒരുമിച്ചില്ല. എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ പിന്നെ ഞാൻ നല്ല നെറ്റിയായിരുന്നു, കാരണം ഞാൻ ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയൊക്കെ ഉറങ്ങുന്നായിരുന്നു. അപ്പോൾ പിന്നെ ഇവർ പരിപാടി തുടങ്ങി. ഭാഗ്യം കൊണ്ട് തന്നെ ഒരു ബെലുകൾ പോലും പൊട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ 12 മണിയാകുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഓക്കെ ഇനി ആരെങ്കിലൊക്കെ വിളിച്ച് വിഷ് ചെയ്യായിരിക്കും, അത്രേ ഉള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. പെട്ടെന്നാണ് ഏച്ചി വന്നിട്ട് ഡോറ് തട്ടുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഏച്ചി ജസ്റ്റ് വിഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഞാൻ നല്ല സർപ്രൈസായി. എൻ്റെ ഫ്രണ്ട് കളർഫുൾ നല്ല സർപ്രൈസായി ഞാൻ. അപ്പം അങ്ങനെ ഒരു അടിപൊളി ബർത്ത്ഡേ സർപ്രൈസ് ആയിരുന്നു ഗൈസ്. പിന്നെ അറിഞ്ഞത് അമ്മക്കും ഈ പ്ലാന് മുന്നേ അറിയാന്ന്. അമ്മ അതിന് മുന്നേ എൻ്റെ റൂമിൽ വന്നിട്ട് നീ എൻ്റെ ഡോർ ലോക്ക് ചെയ്യാത്തത്, നോർമലി നീ ഈ സമയം അമ്മയ്ക്ക് ഡോർ ലോക്ക് ചെയ്യുമല്ലോ എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഓൾറെഡി 12 മണിക്ക് എല്ലാവരും വിഷ് ചെയ്യുമല്ലോ, അത് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതിനും. അപ്പോൾ പിന്നെ അമ്മ വന്ന് അങ്ങനെ പറഞ്ഞേരം ഞാൻ ഡോർ ക്ലോസ് ചെയ്ത് ഞാനങ്ങ് ഉറങ്ങി. അതുകൊണ്ടാണ് ഇവർക്ക് പരിപാടി കുറച്ചുകൂടെ എളുപ്പമായത്. പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സ് എനിക്ക് നല്ല ഗിഫ്റ്റൊക്കെ ദൂരെ അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് താങ്ക്സ്. കാരണം നമ്മൾ ചില ദിവസങ്ങളിലല്ലേ നമ്മളെ ഓർക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് ചിലരെങ്കിലും സ്പെഷ്യലാണ് എന്നൊരു തോന്നൽ നമുക്ക് തോന്നുന്നത് ചില ദിവസങ്ങൾ മാത്രമാണ്. ബാക്കി ദിവസങ്ങളിലല്ല നമ്മൾ ചിലപ്പം ഭയങ്കര ലോൺലി ആയി ഫീൽ ചെയ്ത് വിഷമിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പം ഇങ്ങനെ എൻ്റെ ബർത്ത്ഡേ എനിക്ക് 25 വയസ്സായി. 25 വയസ്സിൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ അടിപൊളിയാക്കി ആഘോഷിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. അതും കേക്കിൻ്റെ കാര്യം പറയാനേ വയ്യ. കേക്ക് ഹർത്താൽ 12 തീയതി ഹർത്താലാണെന്ന് അറിഞ്ഞിട്ട് അവള് തൊട്ട് തലേന്നത്തെ ദിവസമേ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അല്ലെങ്കിൽ കേക്ക് പിറ്റത്തെ ദിവസം കിട്ടില്ല, കാരണം ഒരു ഡേ 24 hours ഹർത്താലായി പിന്നെ പിറ്റത്തെ ദിവസം കേക്ക് ഉണ്ടാക്കി വരണല്ലോ. അപ്പം അതും കിട്ടില്ലായിരുന്നു. അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി ഗൈസ്. ഒരുപാട് നന്ദി വിഷ് ചെയ്ത എല്ലാവർക്കും. പിന്നെ 25 വർഷം ഞാൻ എന്നെ തന്നെ വിശ്വസിച്ചതിന് എന്നോട് തന്നെ നന്ദി. നമ്മൾ പല ഘട്ടങ്ങളിലും നമ്മൾ ലൈഫിൻ്റെ വളരെ മോശമായ അവസ്ഥയിൽ കൂടെ കടന്നുപോയിട്ടുണ്ട്. അപ്പോൾ കൂടെയും ഞാൻ എന്നെ തന്നെ വിശ്വസിച്ചല്ലോ. അപ്പം എനിക്ക് ഒരു നന്ദി ഇരിക്കട്ടെ. പിന്നെ ഈ വീഡിയോ ഞാൻ എത്ര പ്രാവശ്യം അപ്പം പറഞ്ഞെന്ന് എനിക്കറിയില്ല. അതെൻ്റെ ഭാഷയുടെ ഒരു ശൈലിയാണ്. പിന്നെ ഇതേ ഞാൻ ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ 25 വയസ്സ് പിറന്നാൾ എങ്ങനെയായിരുന്നു എന്ന് കാണാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ചതൊരു ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാന്ന്. അപ്പം ഇനി നമുക്ക് ഗിഫ്റ്റ് പൊളിക്കുന്ന ഭാഗം കാണാം. അപ്പം എല്ലാവർക്കും വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. അതിൽ ആദ്യത്തെ ഗിഫ്റ്റ് ഇനി എടുക്കേണ്ടത് ആ വെള്ള അജ്ഞാതരുടെ അജ്ഞാത ഗിഫ്റ്റ് അമ്മ. അത് അവളോട് അത് ഐഡന്റിഫൈ ചെയ്തിട്ട് ആരാന്ന് പറയണം. അല്ല അത്രക്ക് ആയിട്ടില്ല അമ്മേ. ആരാ സാൻഡി? അത് റിൻഷ, അത് പാക്ക് ചെയ്ത റിൻഷേച്ചിൻ്റെ ഒന്നല്ല.
പാക്ക് ചെയ്ത് റിൻഷേൻ്റെ വീട്ടിൽ വന്നുകൊണ്ട് റിൻഷ പാക്ക് ചെയ്തതന്നേ ഉള്ളൂ. ഇത് ഡ്രസ്സാണ്. അതെ, ഇത് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവും. എന്നോട് കണ്ടിട്ട് എന്നോട് പറയണ്ടെന്നാ പറഞ്ഞത്. ബോയ്സോ സ്റ്റഫിൻക്ക് സ്റ്റൈൽ. എനിക്കറിയില്ല, എനക്കറിയില്ല ആരാന്നൊന്നും. റിൻഷേൻ്റെ അഡ്രസ്സിൽ വന്ന സാധനം എടുത്തിട്ട് ഇങ്ങോട്ട് വന്ന്. കാലിക്കറ്റ് എന്ന് വന്ന ഗിഫ്റ്റ്. ആരാ തുറക്കാൻ പറ്റാത്ത സാൻ്റെ അത് അങ്ങനെയല്ല, ഫുൾ റൗണ്ട് ചെയ്തിട്ടുള്ള, വൈൻഡ് ചെയ്തിട്ടുള്ള. അമ്മ അത് കണ്ട ശരിയുണ്ട്. ഡ്രസ് അടിപൊളി. താങ്ക് യു. നല്ല രസം, എനിക്ക് ഇഷ്ടമായി. നല്ല കളറ്. ആരാന്ന് പറ. എന്റെ ക്ലാസ്സിൽ പിള്ളേരായിരിക്കും. അല്ല, ആരാ വിസ്മയും പ്രഭിനും അടിച്ചു അല്ലേ? ആയിരിക്കും. നല്ല വിസ്മയ, അന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ വിസ്മയ ഇതിനാണ്. നമ്മളെപ്പോഴും ലുലുവിൽ പോയിട്ട് ഇങ്ങനെ നല്ല ഡ്രസ്സൊക്കെ ഇങ്ങനെ ഞാനും വിസ്മയ ഇങ്ങനെ തോന്നും. നമ്മള് പൈസ ആക്കി നല്ല കളറ്. എനിക്ക് ഇഷ്ടപ്പെട്ട, നല്ല രസമുണ്ട് കാണാൻ. അടിപൊളി. സൂപ്പർ. അങ്ങോട്ട് പോകാത്തോണ്ട് എനിക്ക് ഇങ്ങോട്ട് അങ്ങോട്ട് പോവാത്തോണ്ട് നല്ല രസമുണ്ട്. ഓക്കെ, ഇപ്പൊ എട്ടിയാകുമ്പോ ഒരു ഗുണമുണ്ട് ചേച്ചിക്ക്. ഇപ്പൊ തിരിച്ച് കിട്ടും. ഇപ്പൊ പൈസ പ്രശ്നമില്ല. അവളങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടാ. അല്ല അങ്ങനെയല്ല, എനിക്ക് ഈ പെട്ടിനെ നല്ല പൈസ ഉണ്ടാവില്ല അല്ലേ? പെട്ടിക്ക് നല്ല പൈസയാ. ആ പെട്ടിക്ക് നല്ല പൈസയാ. ഇത് ഫോട്ടോ എടുക്കുന്ന പെട്ടിന്റെ ഉള്ളില്. ഓ സീന് അടിപൊളി. അടിപൊളി. എന്നിട്ടാ എന്റെ സ്പ്രേ തീർന്നേ. അടിപൊളി അടിപൊളി. ഇതെന്നാ കമ്മലൊക്കെ വെക്കുന്ന സാധനല്ലേ? ഓർഗനൈസർ. അടിപൊളി. എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അറിയാമോ? നമ്മളെ ഇതിന്റെ ആളാണ്. അത് താത്തി വെക്ക്. അത് ഓളെ ഫേവറേറ്റ് മിഠായി. അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടാ. സൂപ്പർ. ഇങ്ങനെ തുറന്നേറുന്ന ഞാനിങ്ങനെ അങ്ങനെ വേറെ സാധനം കണ്ടിട്ടില്ലേ? ടോപ്പ് ഉണ്ട് കേട്ടാ. താങ്ക് യു. ഷോർട്ട് കുർത്തി ആയിരിക്കും. താങ്ക് യു സോ മച്ച്. വളയൊക്കെ ഉണ്ട്. ഇതെല്ലാം പേരൻസിന്റെ അടുത്തേക്ക് പോവാ. വീട് അങ്ങനത്തെ ആ പേഴ്സ് വർക്ക് ഫോട്ടോകൾ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. കമ്മലൊക്കെ ഇങ്ങനെ വെച്ചാൽ ഓക്കെ. ഫോൺ അന്ന് മറ്റേ ഫോണ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് ചേച്ചിന്റെ ഫോൺ തന്നെയാണ് എന്റെ ഫോണ്, അതുകൊണ്ട് ഫോണിന്റെ വാച്ച് ഇതിൽ ഞാൻ ഇപ്പൊ കാണുന്നത് കണ്ണ് കണ്ടിരുന്നത്. എന്നിട്ട് എന്തെന്ന് വെച്ചാൽ ഏതാ ഫോണ് വേഗം വരാ റിൻഷന്റെ ഫോൺ എടുത്തിട്ടുള്ള കവർ മേടിക്കാനെന്ന്. അപ്പൊ പറഞ്ഞതിന് എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു.
ചേച്ചി അന്നിടെ വന്നേരം ഞാൻ പറഞ്ഞു ചേച്ചിനോട് ഇപ്പൊ ഗേൾസിനെ പാക്ക് ചെയ്യുന്നെങ്കിൽ ഒരു പൊട്ട്, ഒരു വള, ഇതെല്ലാം വെച്ചാൽ നല്ല ഹാപ്പി ആയിട്ട് ഞാൻ ചേച്ചിനോട് പറഞ്ഞു. സെറ്റ്. ഇനി ഇതും എന്റെ ഹെൽത്തിനെ മാനിച്ചുകൊണ്ടുള്ള ഈ സാധനം സൂപ്പർ. ഭാഗത്തുനിന്ന് നമുക്ക് പംകിൻ സീഡ് ഓളെ സാധനമാണ് ചെറി. ഓളത് തേക്കിട്ടതാണ്. അടിപൊളി. വാച്ചെടുക്ക്. താങ്ക് യു. ഇതങ്ങനെ എടുക്കണ്ടേ. അയ്യോ കഴിഞ്ഞു. ഇത് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ മേളം, അത് ടെൻഷൻ. ഒരു അടുത്ത കസ്റ്റമറിന് വേണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നല്ല പൈസ ഉണ്ടാവും. ശരിക്കും എത്ര ഞാൻ പറഞ്ഞ പൈസ? പെട്ടിക്കോ. അല്ല മൊത്തത്തിൽ ഇപ്പൊ ഇതാണെങ്കിൽ ഇത് 4K. ഇഷ്ടമുള്ള ഓള് 500 500 ചെയ്തു തരും. അതായത് ബഡ്ജറ്റ് ഒന്ന് അതിനനുസരിച്ച് ചെയ്തു തരും. ഇതിപ്പോ കൊറിയൻ ഡ്രസ്സാ. വീട്ടിന്നിടുന്ന ഡ്രസ്സായിരിക്കും. അതുപോലെ വേണ്ട. അതെ, ഇനിയെങ്കിലും വരുമ്പോ വൃത്തിക്കാണ്. മറ്റേ സാധനം മാക്സി ആണോ കൊറേ? ഇനിയെങ്കിലും മാറ്റട്ടെ. മാക്സി തിന്നമ്മ പറഞ്ഞിട്ടുള്ളൂ. അമ്മ എന്നോട് പറഞ്ഞ് നാളെ നമുക്ക് പോയിട്ട് ഇത് മേടിക്കാന്ന്. എല്ലാവർക്കും വീഡിയോ കോള് കണ്ടിട്ട് ഇവിടെ ഇതാ ഇത് മേടിച്ച് അടുത്തെടുക്ക്. ഗിഫ്റ്റ് ഇത് മേടിച്ചാലോ നമുക്ക് വീട്ടിലല്ലേ. അല്ല ബണ്ണാരപ്പെട്ടി. സേവ് അത് ചെയ്യാൻ ചാൻസ് ഇല്ല. ഇതിന്റെ ഞാൻ സേവ് ചെയ്യും. നല്ലോണം സേവ് ചെയ്യും. വെറൈറ്റി സാധനങ്ങളെ സാധിക്കല്ലേ ഇപ്രാവശ്യം. ഒന്നും റിപ്പീറ്റ് അല്ല. അതാണ് ഒരേ നല്ല രസമുള്ളത്. പക്ഷെ ഇത് അവസാനം ഇങ്ങനെ പൊളിക്കും നമ്മള്. അത് ചെയ്യണ്ട, എടുക്കാനേ പറ്റൂല സാധനം. ഇത് കൊറേ ഉണ്ടല്ലോ. ഇത് ഡ്രസ് എല്ലാം വാങ്ങി ഓ ഇവള് വകി ഉണ്ടോ. കാണിക്കാതെ മടിയാ. ഓ ചെയിന് ഓ ഇടി ഉണ്ടല്ലോ ഒരു പെട്ടി. നന്ദിയുണ്ട്. ഇതൊക്കെ തേജച്ചിക്ക് സന്തോഷം. തേജച്ചി കടമാരിലേക്ക് മിക്ക സാധനം പോവാ. ഇത് നല്ല രസമുണ്ട്. ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നോക്ക്. അതിന്റെ ആ ഡിസൈൻ അല്ലേ നല്ല രസമുണ്ട്. ഓ ഗളി നല്ല ഗിഫ്റ്റ് ഐഡിയ രസമുണ്ട്. കൊള്ളാം.